എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് ഈ മക്കളെ ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നത്? പ്രസവം ഒക്കെ കഴിഞ്ഞു, എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് അരിയൊക്കെ ഇടിക്കണ്ടേ? ഇങ്ങനെ ചോദിച്ചത് ഞാനല്ല കേട്ടോ. നമ്മുടെ അഖിൽ മാരാർ പണ്ട് കാച്ചി വിട്ട ഒരു തള്ളാണ്. പക്ഷേ ഈ തള്ളിന് ഇപ്പോൾ കാനഡയിൽ നിന്നും കിട്ടിയത് ഒന്നൊന്നര മറുപടിയാണ് എൻ്റെ സുഹൃത്തുക്കളെ. അതും ദിയ കൃഷ്ണയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ. ആരാണ് തൻവി സുധീർ ഘോഷ്? അതായത് സംഗതി വേറൊന്നുമല്ല, സിന്ധു കൃഷ്ണയുടെ ചേച്ചിയുടെ മകൾ തൻവി സുധീർ. കാനഡയിൽ താമസിക്കുന്ന തൻവി തൻ്റെ 2ാമത്തെ പ്രസവത്തിന് ശേഷം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ കണ്ട ചില വിരുദ്ധന്മാർ അതിന് താഴെ കമൻ്റ് ഇട്ടു, ഇതാണോ മാരാർ പറഞ്ഞ എൻജോയ്മെൻ്റ് എന്ന്. പാവം തൻവിക്കാട്ടെ ആദ്യം കാര്യങ്ങളൊന്നും മനസ്സിലായതേ ഇല്ല ഇതാരാണെന്ന് മാരാർ. അപ്പോൾ അഖിൽ മാരാറെ കുറിച്ച് അന്വേഷിച്ച തൻവിയാണെങ്കിലോ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. പ്രസവം സ്ത്രീകൾ പണ്ടേ എൻജോയ് ചെയ്തിരുന്നു, പ്രസവം കഴിഞ്ഞ ഉടനെ എണീറ്റ് പോയിട്ട് അരി ഇടിക്കാമായിരുന്നു എന്നൊക്കെ മാരാറ് പറഞ്ഞത് കേട്ടപ്പോൾ തൻവിക്ക് ദേഷ്യമാണോ അതോ ചിരിയാണോ വന്നതെന്ന് ചോദിച്ചാൽ രണ്ടും കൂടി വന്നു. അങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന ആ കിടപ്പിൽ തന്നെ തൻവി മാരാർക്കിട്ട് ഒരു കൊട്ടാണ് കൊടുത്തത്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയെക്കാളും വൈറലായി. ഞാൻ ഒന്നും വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതല്ല. എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. ബർത്ത് വ്ലോഗ് നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ 2 കിലോ അരി ഇടിക്കാൻ വേണ്ടി ഡിസ്ചാർജ് പേപ്പർ നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തൻവിയുടെ റീല് സോഷ്യൽ മീഡിയയിൽ തീ പോലെയാണ് പടർന്നത്. 5 മില്യണിലധികം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ഒരു ആണായി ജനിച്ചിട്ട് പ്രസവത്തെക്കുറിച്ചിട്ട് ഇത്തരം മണ്ടത്തനം പറയുന്ന മാരാറെ തൻവി ശരിക്കും ഊക്കി എന്ന് തന്നെ പറയാം. കാനഡയിൽ നിന്നും മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പണി വരുന്നുണ്ട്. 2020 സ്ഥാനാർത്ഥിയായ ആതിര നായർ പോലും പറയുന്നു മാരാർക്കിപ്പോൾ വായ്പിഴകൾ സംഭവിക്കുന്നുണ്ടെന്ന്. പ്രസവത്തെക്കുറിച്ചിട്ട് മാരാർ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഇന്ന് സ്ത്രീ എന്ന നിലയിൽ ആതിരയും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അഖിൽ മാരാർ ഇപ്പോൾ ഔദ്യോഗിക ഊക്കവണ്ടിയായിട്ടാണ് മാറിയിരിക്കുന്നത്. വിവരക്കേടുകൾ ആധികാരികമായിട്ട് വിളിച്ചു പറയുന്നതിന് ഇദ്ദേഹത്തിന് ഒരു അവാർഡ് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. തൻവിയെ പോലെ പ്രസവ വേദന അനുഭവിച്ച ഒരു സ്ത്രീ തന്നെ ഇതിന് മറുപടി കൊടുത്തത് ശരിക്കും ഉചിതമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്ത ഒരു നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വേദനയുള്ള നല്ല എൻജോയ്മെൻ്റ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ മറ്റേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു, ഇതായിരിക്കും അഖിൽ മാരാർ പറഞ്ഞ സുഖപ്രസവം എന്നൊക്കെ. അപ്പം ഞാൻ ഇയാൾ ആരാ, ഇയാൾ എന്ത് ചെയ്യുക, ഇയാൾ വയറ് പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ കൊത്ത അത് പറയാൻ പാടില്ല നമ്മൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പുള്ളീനെ സെർച്ച് ചെയ്തായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാനഡയിൽ തൻവി തൻ്റെ പ്രഗ്നൻസി സമയത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഭർത്താവോ ബന്ധുക്കളോ കൂടെ ഇല്ലാതെ പ്രസവിച്ച് 10ാം ദിവസം തന്നെ ജോലിക്ക് പോകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ മുന്നിലിരുന്നാണ് മാരാർ ഈ പ്രസവം എൻജോയ്മെൻ്റ് ഒക്കെ ഇരുന്ന് തട്ടുന്നത്. പുള്ളീനെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അയാൾ ചെയ്ത വീഡിയോ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തോന്നി എനിക്കങ്ങ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഒരു ആണായിട്ട് ജനിച്ചിട്ട് ഒരു പെണ്ണിൻ്റെ ലൈഫ് എങ്ങനെയാണ്, ഒരു ഡെലിവറി എങ്ങനെയാണ്, ഇതൊന്നും അറിഞ്ഞൂടാത്ത ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കാര്യമല്ലായിരുന്നു, ഇപ്പോൾ കാര്യമാണ് എന്നൊക്കെ പറയണ കേൾക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുക. ആ ഒരു ടൈമാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാധാരണ അങ്ങനെ ആരെയും താറ്റിയോ അങ്ങനെ ഒന്നും പറഞ്ഞ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ആ ടൈമിൽ അത് വല്ലാതെ ഒരു ഡിസ്കംഫർട്ടായിട്ട് തോന്നി. അപ്പോഴത്തേക്കാണ് ഞാൻ മറ്റേ
ഒരു വീഡിയോ ചെയ്ത് ഇറക്കിയത് പറ്റേ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം നമുക്ക്. എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞത്. ഇനി വീട്ടിൽ പോകാൻ വേണ്ടി ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലേ? അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയെക്കാളും വൈറലായി. ഞാൻ ഒന്നും വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന അല്ല എന്നൊക്കെ പറയുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി പോലും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഒരാൾ എല്ലാവരുടെയും പ്രഗ്നൻസി ഒരു വലിയ കാര്യമില്ല, പണ്ടൊക്കെ എളുപ്പമായിരുന്നു, ഇപ്പം നമ്മൾ പോയി അത് കഴിഞ്ഞിട്ട് അരി ഇടിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ന്യായമാണോ? ഇന്ന് വൈരുദ്ധ്യം ആണ് നമ്മളിവിടെ കാണുന്നത്. മെഡിസിനും സയൻസും ഒക്കെ ഇത്രയധികം വളർന്ന കാലത്ത് പ്രസവ വേദനയും സ്ത്രീകളുടെ ആരോഗ്യത്തെയും ഇത്ര നിസ്സാരവൽക്കരിക്കുന്ന മാരാറിലെ ആ ഒരു നിലപാടിൻ്റെ അപകട സാധ്യത എന്താണെന്നുള്ളത് ഈ പുള്ളിക്കാരന് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? മില്യൺ വ്യൂസ് കടന്ന തന്വിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ മാരാറുടെ പ്രസ്താവനയോടെ എത്രമാത്രം വിയോജിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് അയാളൊന്ന് ആക്കിയേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആക്കിയത്. പക്ഷേ അത് കുറേ പേർക്ക് റെഫറൻസ് മനസ്സിലാവുന്ന പ്രതീക്ഷയല്ല ഞാൻ ആ വീഡിയോ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ആ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 5.something million വ്യൂസ് ഒക്കെ. ഞാനാണെങ്കിൽ ദൈവമേ ഇനി അയാളെങ്ങാണ് എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പിന്നെ അയാൾ വായിക്കണമെങ്കിൽ അയക്കട്ടെ, എനിക്ക് ഒന്നുമില്ല, ഞാൻ ഉള്ളതൊന്നും പറയും. താൻ പറഞ്ഞത് തെറ്റാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അഖിൽ മാരാർ എന്ന വ്യക്തി തൻ്റെ സംസാര ശൈലി കൊണ്ടും തർക്കിക്കാനുള്ള കഴിവ് കൊണ്ടും നേടിയെടുത്ത ആരാധക വൃന്ദത്തെ ഇത്തരം അബദ്ധ പ്രസ്താവനകളിലൂടെ സ്വയം ഇല്ലാതാക്കുകയാണ്. പ്രസവം എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഘട്ടമാണ്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പുനർജന്മം തന്നെയാണ്. അതിനെ പണ്ടത്തെ കാലത്തെ അരിയടിക്കൽ കഥകളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് കേവലം വിവരക്കേട് മാത്രമല്ല, സ്ത്രീത്വത്തോടുള്ള ഒരു അവഹേളനം കൂടിയാണ്. സ്ത്രീകൾ ഗർഭം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സ്ത്രീ എന്ന രീതിയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്ക് അഖിലേട്ടനെ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം അത് അഖിലേട്ടൻ്റെ പ്രസംഗങ്ങൾ തന്നെയായിരുന്നു. അതായത് ഈ അഖിലേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ എനിക്ക് പൊതുവേ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോഴായിക്കോട്ടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ രീതിയിൽ അഖിലേട്ടൻ്റെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ എപ്പോഴും ഒരു എക്സാമ്പിളും കൂടെ ചേർത്തിട്ടാണ് പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റീസെൻ്റ്ലി കുറേ ആയിട്ട് അഖിലേട്ടൻ്റെ കുറേ നാവുപിഴകൾ വരുന്നുണ്ട്. അതായത് ആളുടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതാണ്, പക്ഷെ പറയുമ്പോൾ എനിക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് വരുന്നതായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാനത് ആ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ കണ്ടില്ല, അതിൻ്റെ റിയാക്ഷൻസ് ആണ് ഞാനും കണ്ടത്, ട്രോൾസ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ആൾക്ക് എന്തോ പറഞ്ഞ് ഫലിപ്പിച്ചതിൽ ആ സെന്റൻസിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകളിലാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നത്. തന്വിയെ പോലുള്ള വ്യക്തികൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം തരംഗമാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ വിളിച്ചു പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന മൈക്കിന് മുന്നിൽ എന്തുമാകാം എന്ന് കരുതുന്നവർക്ക് തന്വി നൽകിയ ഈ മാസു മറുപടി ഒരു താക്കീതാണ്. ന്യായീകരണത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ടെന്ന് പറയുന്ന മാരാർക്ക് പോലും ഈ വിഷയത്തിൽ ഒരു മറുപടി പറയാൻ സാധിക്കാത്തത് ആ ഒരു മറുപടിയുടെ മൂർച്ച കൊണ്ടാണ്. അതുപോലെ സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തു നിന്നും ഒരുപോലെ വിമർശനങ്ങൾ ഏൽക്കുമ്പോഴും തൻ്റെ നിലപാടാണ് ശരിയെന്ന് സ്ഥാപിക്കുവാൻ ഇനിയും ന്യായീകരണങ്ങളുമായിട്ട് മാരാർ വരുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രസവവേദന അനുഭവിച്ച ഒരു സ്ത്രീയുടെ മുന്നിൽ ഇത്തരം പൊള്ളയായ വാദങ്ങൾ നിലനിൽക്കില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? പണ്ടത്തെ സ്ത്രീകൾ പ്രസവം എൻജോയ് ചെയ്തിരുന്നു എന്ന മാരാറുടെ വാദം അത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം പഴയ കാലത്തൊക്കെ ഇതിന് വേറെ വഴിയില്ലാതിരുന്ന ഒരു കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മാരാറ് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ആണ് മനസ്സിലാക്കാത്തത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇതൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾക്കുള്ള അറിവിനേക്കാൾ അധികമായിട്ടുള്ള എന്തറിവാണ് മാരാർക്ക് ഈ സ്ത്രീകളുടെ പ്രസവത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? അപ്പോൾ അത് തുടർച്ചയായിട്ട് പല വീഡിയോകളിലും ലൈവുകളിലും ഒക്കെ വന്ന് ഓരോന്നും തള്ളുന്നതും അതിനെക്കുറിച്ചിട്ട് തർക്കിക്കുന്നതും ന്യായീകരിക്കുന്നതും ഒക്കെ തീരെ ഒരു നിലവാരം കുറഞ്ഞ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് വിവാദങ്ങളും അതുപോലെ ഇതിനെതിരെയുള്ള കമൻറ്റുകളും ഒക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ
സ്ത്രീകളുടെ നിലപാട് എന്താണെന്നുള്ളത് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ എന്തു തന്നെയാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും കൂടി കൊടുക്കുന്നതിനോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ. അപ്പോൾ ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.